വെനസ്വേലയിലെ നാടകീയമായ നീക്കങ്ങളുടെ അതായത് സൈനിക നീക്കങ്ങളിലൂടെ ലോകത്തെ തന്നെ ഞെട്ടിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും സൈനിക ആക്രമണത്തിലൂടെ പിടികൂടി കൊണ്ടുപോയ അമേരിക്കയുടെ നടപടി കേവലം ഒരു രാജ്യത്തെ മാറ്റത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്ക് നൽകിയ കർശനമായ മുന്നറിയിപ്പ് കൂടിയാണ്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിന്റെ തലവനെ ഇത്തരത്തിൽ തടവിലാക്കാൻ അമേരിക്ക കാണിച്ച ആത്മവിശ്വാസം മറ്റ് പല രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട്. ഈ ഭീതി ഇപ്പോൾ ഏറ്റവും ശക്തമായി പുകയുന്നത് ഇറാനിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ ജനങ്ങളുടെ പ്രക്ഷോഭം ആളിപ്പടർന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ ഗൂഢമായ പങ്കുണ്ടോ എന്നുള്ള സംശയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വെനസ്വേലയിലേക്ക് പിന്നാലെ ഇറാനിലും അതുപോലെ സൈനികമായി ഇടപെടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ആഗോളതലത്തിൽ പരക്കുന്നതും. US വ്യോമസേനയുടെ പടുകൂറ്റൻ ചരക്ക് വിമാനങ്ങളായ C5 ഗാലക്സി അതുപോലെ തന്നെ C-17 ഗ്ലോബ് മാസ്റ്റർ എന്നിവയുടെ അസാധാരണമായ നീക്കങ്ങളാണ് ഈ സംശയത്തിന് ആധാരമായി വർത്തിക്കുന്നതും. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളുടെ ഒരു വലിയ വ്യൂഹം തന്നെ മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെട്ട ഈ വിമാനങ്ങൾ ബ്രിട്ടനിലെ RAF ഹെയർഹോഡ് അതുപോലെ തന്നെ മൈൻഡർ ഹാൾ, ലേക്കൽ ഹീത്ത് എന്നീ താവളങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. യൂറോപ്പിലെയും അതുപോലെ മധ്യേഷ്യയിലെയും അമേരിക്കയുടെ നിർണായകമായ എല്ലാ സൈനിക നീക്കങ്ങൾക്കും താവളമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളാണിവ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വിമാനത്താവളങ്ങളിൽ കണ്ടുവരുന്ന വലിയ തോതിലുള്ള വിമാനങ്ങളുടെ വരവും അതുപോലെ പോക്കും ഒപ്പം തന്നെ സൈനികരുടെ ചലനവും ഒരു സാധാരണ സൈനിക പരിശീലനത്തിന് അപ്പുറമുള്ളതാണെന്നും പ്രതിരോധ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഇത്രയധികം വൻതോതിലുള്ള വിന്യാസം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ പദ്ധതിയുടെ ഭാഗമാണെന്ന് കരുതേണ്ടി വരും. ഇവിടെ C5 അതുപോലെ C-17 വിമാനങ്ങൾ വെറുമൊരു യാത്രാ വിമാനങ്ങളല്ല, മറിച്ച് കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് തന്നെ കനത്ത കവച വാഹനങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, അത്യാധുനിക ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം എത്തിക്കാനുള്ള ശേഷിയുള്ളവ കൂടിയാണ്. രാത്രികാലങ്ങളിൽ ശത്രു മേഖലകളിൽ രഹസ്യമായി സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ട വിമാനങ്ങളും ഈ സംഘത്തിലുണ്ടെന്ന് സ്ഥിതികളുടെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. കാരണം അവിടുത്തെ സ്ഥിതിഗതികൾ അത്രത്തോളം ഗൗരവമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇറാനിലെ ആഭ്യന്തര സാഹചര്യം പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമൊന്നുമല്ല. രാജ്യത്തെ 100ലേറെ നഗരങ്ങളിൽ പരമോന്നതായ നേതാവായ ആയത്തുള്ള അലി ഖമീനിക്കെതിരെ വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും വ്യാപിച്ചിരിക്കുക കൂടി ചെയ്യുകയാണ്. പ്രക്ഷോഭങ്ങൾക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതോടെ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ സൈനിക ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ട്രംപ് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം തകർന്നതും അനിയന്ത്രിതമായ വിലക്കയറ്റം ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്തിരിക്കുക കൂടിയാണ്. ഇതിനു പുറമെ ഇസ്രായേലും അതുപോലെ അമേരിക്കയും ചേർന്ന് നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കുകയും 1000ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും സൈനിക നീക്കങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ നിരീക്ഷണ വിമാനം P-8 പോസിഡോൺ ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തുന്ന ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ ഈ നീക്കങ്ങൾക്ക് കൂടുതൽ ബലവും നൽകുന്നുണ്ട്. നേരിട്ടുള്ള ഒരു യുദ്ധത്തെക്കാൾ ഉപരിയായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തി ഭരണം മാറ്റുക എന്ന തന്ത്രമായിരിക്കാം അമേരിക്ക പയറ്റാൻ പോകുന്നത്. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർമാറായതോടെ ഭരണകൂടം വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് പോകുന്നത്. തെരുവിലെ ജനരോഷത്തിനും അമേരിക്കയുടെ സൈനിക ഭീഷണികൾക്കുമിടയിൽ നേതാക്കൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇടപെടുകയാണെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ തന്നെ അവകാശപ്പെടുന്നുമുണ്ട്. വെനസ്വേലയുടെ US നടപടിക്ക് ശേഷം ട്രംപിന്റെ അക്രമോത്സുകത വിദേശ നയത്തിന്റെ അടുത്ത ഇര ഇറാൻ അയക്കാമെന്ന ഭീതി ഇസ്രായേൽ അടക്കമുള്ള അയൽ രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എന്നും സംഘർഷഭരിതം കൂടിയായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് ഈ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുക കൂടിയാണ്. ഇറാനിലെ ജനകീയ പ്രതിഷേധത്തെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി അമേരിക്ക ചിത്രീകരിക്കുമ്പോൾ അത് വിദേശ ശക്തികളുടെ ഇടപെടലാണെന്ന് ഖമേന ആരോപിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും തങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പ്രക്ഷോഭകാരികളുടെ മുദ്രാവാക്യങ്ങൾ ഭരണകൂടത്തിന് വലിയ തലവേദന കൂടിയാണ് സൃഷ്ടിക്കുന്നത്. ഏകാധിപതിക്ക് മരണമെന്ന മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന യുവാക്കൾ ഇറാനിയൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിനുള്ള സൂചനകളാണ് നൽകുന്നത്. 2022 മഹ്സ അമീനിയുടെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധത്തെക്കാൾ ശക്തിയാർജിച്ച ഒന്നായാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെ ലോകം കാണുന്നത്. അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന AC-1
30J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങൾ ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ തകർക്കാൻ ശേഷിയുള്ളത് കൂടിയാണ്. ഇവ മധ്യേഷ്യയിലെ താവളങ്ങളിലേക്ക് മാറ്റുന്നത് വഴി ഏത് നിമിഷവും ഇറാനെതിരെ ഒരു നീക്കം നടത്താൻ അമേരിക്ക സജ്ജമാണെന്നും ഇതിൽ പ്രതീക്ഷകൾ വരുന്നു. അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വിപണിയെയും അതുപോലെ ആഗോള സാമ്പത്തിക ക്രമത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഇറാനിലെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ വലിയ സൈനിക വിന്യാസം ആഗോള വിപണിയിലും അസ്ഥിരത സൃഷ്ടിക്കുന്നുമുണ്ട്. റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനിൽ ഒരു അമേരിക്കൻ അധിനിവേശം നടന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമായേക്കാവുന്ന ഭീതിയും ചിലർ പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ വെനസ്വേലയിൽ കണ്ടതുപോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് ലോകത്തെ സൈനിക ചരിത്രത്തിലെ തന്നെ മറ്റൊരു നിർണായക അധ്യായമായി മാറുകയും ചെയ്യും. ഇറാന്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വിദേശ വിമാനങ്ങൾ അതിർത്തി കടന്നെത്തുന്നത് രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ സ്വന്തം ജനതയുടെ ഇടയിൽ നിന്ന് അങ്ങനെ തന്നെ എതിർപ്പുകൾ ഉയർന്നു വരുന്നത് ഖമേനെയി ഭരണകൂടത്തിന് തിരിച്ചടി കൂടിയാണ്. വിലക്കയറ്റവും അതുപോലെ അഴിമതിയും സാധാരണക്കാരൻ്റെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ അവർക്ക് പ്രവേശിക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാവുകയും ചെയ്തു. അതായത് അവരിലേക്ക് പ്രവേശിക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാവുകയും ചെയ്തു. അമേരിക്കയുടെ ചാരവിമാനങ്ങൾ നൽകുന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ സൈനിക രഹസ്യങ്ങൾ ഓരോന്നായി ചോരുന്നു എന്നതും ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. വെനസ്വേലയിലെ ആസൂത്രിതമായ നീക്കം ഇറാനിലും ആവർത്തിക്കപ്പെടുമെന്ന അഭ്യൂഹം ശക്തമാകുമ്പോൾ തന്നെ ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ ഈ കൂറ്റൻ വിമാനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് മധ്യേഷ്യയുടെ ആകാശത്തേക്ക് ചിറക് വിരിക്കുമ്പോൾ അത് ഇറാന്റെ മാത്രമല്ല ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. ട്രംപിന്റെ പ്രവചനാതീതമായ നീക്കങ്ങൾ എങ്ങോട്ടാണ് അവസാനിക്കുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. ഏതായാലും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കഴിഞ്ഞിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സമാധാന ചർച്ചകൾക്കോ നയതന്ത്ര പരിഹാരങ്ങൾക്കോ അമേരിക്ക ഇനി തയ്യാറാകില്ലെന്ന സൂചനയാണ് ട്രംപിന്റെ നടപടികൾ തന്നെ നൽകുന്നതും. സ്വന്തം ജനതയെ കൊന്നൊടുക്കാൻ ഭരണകൂടങ്ങൾക്കെതിരെ തന്നെ തങ്ങൾ കർശനമായി നടപടി സ്വീകരിക്കുമെന്ന അമേരിക്കയുടെ നിലപാട് ഇറാന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നതും. വെനസ്വേലയിൽ വിജയിച്ച അതേ തന്ത്രം ഇറാനിലും ഫലിക്കുമോ അതോ ഇറാൻ ഒരു വലിയ പ്രതിരോധം തീർക്കുമോ എന്നുള്ളത് വരാനിരിക്കുന്ന മണിക്കൂറുകൾ തന്നെ നിർണായകമായ മണിക്കൂറുകൾ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. മുന്നറിയിപ്പില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന അമേരിക്കൻ സൈന്യം ഇതിനോടകം തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ പക്കലുള്ള ദീർഘദൂര മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വെനസ്വേലയിലെ അനുഭവം മുൻനിർത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോൾ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള അമേരിക്കയോട് നേരിട്ടൊരു യുദ്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് തന്നെ സൈനികമായ നീക്കത്തോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭത്തെയും ഉപയോഗപ്പെടുത്തി ഭരണമാറ്റത്തിലാണ് ട്രംപ് കോപ്പുകൂട്ടുന്നതും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്കൻ വിമാനങ്ങളും സഞ്ചാരപഥം എങ്ങോട്ടായിരിക്കുമെന്നത് ആഗോള രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷയായി തുടരുകയും ചെയ്യുന്നുണ്ട്.